ഇതുപോലുള്ള മാച്ച് കട്ട് എഫക്റ്റ് എങ്ങനെ ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഞാനിവിടെ നമ്മുടെ ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് ഫസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു സ്കെയിലിൻ്റെ വേല് കൂട്ടി കൊടുത്തതിന് ശേഷം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ഞാൻ സെൻട്രലിലേക്ക് വരുന്ന രീതിയിലേക്ക് ഞാൻ സ്കെയിൽ ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ ട്രാക്കിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, താഴേക്ക് വന്നിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഈ രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളർ കണ്ടില്ലേ, ഈ കളർ ഞാൻ ഒരു യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഒരു 50 കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ 0 കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഹൈറ്റ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് ഓക്കെയാണ്. ഹൈറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടൈം ലൈനിലേക്ക് വന്നിട്ട് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ടിൽ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് അലൈനായിട്ട് വരുന്ന രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലായിട്ട് വരുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്ക്രീൻഷോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടൈം ലൈൻ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രീൻഷോട്ട് 1 2 3 4 5 ഫ്രെയിംസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ റൈറ്റ് സൈഡ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുന്നു, അടുത്ത സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതും അതുപോലെ തന്നെ നമ്മൾ സ്കെയിൽ ചെയ്ത് നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് എവിടെയാണ് വരുന്നത് ആ ഒരു രീതിയിലേക്ക് ഞാനൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്ക്രീൻഷോട്ട്സും നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ലെങ്ത്ത് ഇവിടം വരെ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ബ്ലാക്ക് ബാർ നമുക്കിവിടെ കാണുന്നുണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ലൈബ്രറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇതിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഇത് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ടെക്സ്റ്റിനും നമ്മുടെ സ്ക്രീൻഷോട്ടിനും മുകളിൽ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഫില്ലായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട്സ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് താഴേക്ക് കൊണ്ടുവയ്ക്കുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ട്രാക്കിലേക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുന്നു. ടെക്സ്റ്റ് ബോക്സ് മുകളിൽ വരുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്ക്രീൻഷോട്ട്സും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് 1 സെക്കൻഡിലേക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ട്സ് നമുക്ക് ഉള്ളൂ. സോ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത്തിലേക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട്സ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കുറച്ച് കോപ്പി എടുത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് സെക്കൻഡ് കൂടെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാനായിട്ട് വീണ്ടും ഇത് കോപ്പി ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി ഒരു 100 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ലെയർ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ മോഡ് ഡിഫോൾട്ടാണ് കിടക്കുന്നത്. ഇത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, ആഡ് മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരുപാട് മാസ്കിൻ്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ വെച്ച് സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇൻട്രോയിൽ വന്ന രീതിയിലേക്ക് വരാനായിട്ട് ഞാൻ ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഞാനൊരു -90 ആംഗിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ നമ്മുടെ പ്ലേ ഹെഡ് നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു
ഏരിയ ഹോൾഡ് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ മാസ്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ഞാൻ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്ലേ ഹെഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാസ്ക് ഈ ഒരു ടെക്സ്റ്റ് ഫില്ലായിട്ട് വരുന്ന രീതിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോക്സ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് കെ പ്രസ് ചെയ്യുന്നു. ആൾട്ട് കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കീ ഫ്രെയിംസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഈ സിം കൊടുക്കുന്നു. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സ്മൂത്തായിട്ട് വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഓഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം. വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ടിക്ക് എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സൗണ്ട് എഫക്ട്സുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ ഈ ഒരു സൗണ്ട് എഫക്ട്സ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഫസ്റ്റത്തെ ഈ ഒരു ടിക്ക് സൗണ്ട് മാത്രം ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നു. എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ ഇവിടെ ഞാൻ ഈ ഒരു കട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ ഞാൻ ഈ ഒരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എല്ലാ കട്ട് വരുന്ന ഏരിയയിലും നമുക്ക് ഈ ഒരു സൗണ്ട് എഫക്ട്സ് കോപ്പി ചെയ്ത് ആഡ് ചെയ്യാം. സിമ്പിളായിട്ട് കോപ്പി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു സൗണ്ട് എഫക്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് കോപ്പി എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ഒരു പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇവിടെ എഫക്ട്സ് ടാബിലേക്ക് വരാം. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഫോക്കസ് വരാനായിട്ട് നമുക്കൊരു വിഗ്നെറ്റ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഹേസി എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രോമാറ്റിക് കൊക്ക് എന്ന് പറയുന്നൊരു എഫക്റ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വൈഡ് ആംഗിൾ എന്ന് പറയുന്നൊരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫക്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു എലമെൻറ്റ്സ് എല്ലാം നമ്മുടെ വർക്കെല്ലാം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. മോഷൻ ബ്ലർ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതുപോലൊരു മാച്ച് കട്ട് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തടുത്ത ഏതൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.